ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഫോക്കസ് MLT എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യാം. BSc MLT ടഫായിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മൾ BSc MLTയുടെ കുറച്ച് പോർഷനായിട്ട് ഓരോ ദിവസവും പോർഷൻസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി സിമ്പിളായിട്ട് BSc MLT കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാനത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലബോറട്ടറി ഹസാർഡ്സ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ മെയിനായിട്ട് ലബോറട്ടറി ഹസാർഡ് 4 വരുന്നത്: ബയോളജിക്കൽ ഹസാർഡ്, കെമിക്കൽ ഹസാർഡ്, ഇലക്ട്രിക്കൽ ഹസാർഡ് ആൻഡ് ഫയർ ഹസാർഡ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഹെൽത്ത് വർക്കേഴ്സ് ആണല്ലോ നമ്മൾ. മെയിനായിട്ട് ഈ ഹസാർഡിനെ പറ്റി എല്ലാവർക്കും എന്ത് ചെയ്യണം, ഒരു അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് കൂടാതെ നമ്മൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മിക്ക സമയത്തും 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള നോട്ട്സാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സിമ്പിളായിട്ട് BSc MLT പഠിച്ച് സിമ്പിളായിട്ട് എഴുതണമെന്നുള്ളവർക്ക് ഇത് മതി. നിങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ നോട്ട്സിൻ്റെ കൂടെ നിങ്ങൾ കുറച്ചുകൂടി പോയിന്റ്സ് ആഡ് ചെയ്ത് വേണം പഠിക്കാൻ. നമുക്കറിയാം, ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് പോയിന്റ്സ് കുറച്ച് ഞാൻ ഏറ്റവും സിമ്പിൾ പോയിന്റ് ആയിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം 4 ഹസാർഡാണുള്ളത്: ബയോളജിക്കൽ ഹസാർഡ്, കെമിക്കൽ ഹസാർഡ്, ഇലക്ട്രിക്കൽ ഹസാർഡ് ആൻഡ് ഫയർ ഹസാർഡ്. പിന്നെ ക്ലിനിക്കൽ ലബോറട്ടറിയിൽ എന്താണ് 9 ക്ലാസ് ഓഫ് ഹസാർഡാണുള്ളത്: എക്സ്പ്ലോസീവ്, കംപ്രസ്ഡ് ഗ്യാസ്, ഫ്ലെയിമബിൾ, ഓക്സിഡൈസ്ഡ് മെറ്റീരിയൽ, ടോക്സിക് മെറ്റീരിയൽ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, കൊറോസീവ് മെറ്റീരിയൽ ആട്ടോ. അവിടെ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. കൊറോസീവ് മെറ്റീരിയൽ, ഫ്ലെയിമബിൾ സോളിഡ്, മിസ്സലേനിയസ്. ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബയോളജിക്കൽ ഹസാർഡ്, ഫസ്റ്റ് ഹസാർഡായ ബയോളജിക്കൽ ഹസാർഡിനെ പറ്റി പഠിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് ഹസാർഡ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹസാർഡ്സിൻ്റെ പിക്ചേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ പിക്ചേഴ്സ് കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കാം. ഫസ്റ്റ് ബയോളജിക്കൽ ഹസാർഡ്. ബയോളജിക്കൽ ഹസാർഡ് എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്? ആക്സിഡൻ്റൽ പങ്ക്ചർ വിത്ത് നീഡിൽ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നീഡിൽ യൂസ് ചെയ്യുന്നവരല്ലേ. അപ്പോൾ ആ നീഡിൽ മിക്കുള്ളവരും കേട്ടിട്ടുണ്ടാവും, നീഡിൽ പ്രിക്ക് ഇഞ്ചുറി എന്നൊക്കെ കേട്ടില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവുക. പിന്നെ സ്പില്ലേജ് ഉണ്ടാവുക അല്ലേ. മിക്ക സമയത്ത് ലാബിൽ നമ്മൾ ഓരോ ഫ്ലൂയിഡ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ സ്പില്ലേജ് ഉണ്ടാവും. ആ ഫ്ലൂയിഡിൽ നിന്ന് നമുക്ക് കണ്ടാമിനേഷനും നമുക്ക് ഡിസീസും ഒക്കെ എന്ത് ചെയ്യും, ഉണ്ടാവും. പിന്നെ സെൻട്രിഫ്യൂഗൽ ആക്സിഡൻറ്റ്. അതുപോലെ നമ്മൾ ഈ ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യും, സെൻട്രിഫ്യൂഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ എന്തെങ്കിലും പൊട്ടിത്തെറിക്കോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫെക്ഷൻ നമ്മുടെ ബോഡിയിലേക്ക് വരാം. പിന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെസൽസ് അല്ലേ, അത് എന്ത് ചെയ്യും, അത് കൊണ്ടിട്ടുള്ള മുറിവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോഴെന്താ, അത് ബയോളജിക്കൽ ഹസാർഡിൽ വരുന്നതാണ്. ഇനി പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമ്മൾ കെയർ ഉണ്ടാവണം അല്ലേ. നമ്മൾ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലഡ് എടുക്കുന്ന സമയത്താണെങ്കിലും ബ്ലഡ് എടുത്തിട്ട് നമ്മൾ നീഡിൽ നമ്മൾ സാമ്പിൾ ഒഴിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാം, കെയറോട് തന്നെ ചെയ്യുക. പ്രിക്കൊന്നും ഉണ്ടാവാതെ കെയറായിട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ധരിക്കണം. PPE നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവരും ഗ്ലൗസ് ഇടുക, മാസ്ക് യൂസ് ചെയ്യുക, സാഹചര്യമാണെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ലാബ് കോട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം, എന്തെങ്കിലും നീഡിൽ പ്രിക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അവിടെ എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നീഡിൽ പ്രിക്ക്, ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി കെമിക്കൽ ഹസാർഡാണ്. കെമിക്കൽ ഹസാർഡ്സ് ഏതൊക്കെയാണ്? ബയോളജിക്കൽ ഹസാർഡ് പറഞ്ഞു, അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഇനി കെമിക്കൽ ഹസാർഡ്സിനകത്ത് എന്താ, ബേൺസോ എക്സ്പ്ലോഷനോ ഫയേഴ്സും ടോക്സിക് ഫ്യൂംസ് ഇതെല്ലാം ചേരുന്നതാണ് എന്ത്, കെമിക്കൽ ഹസാർഡ്. അതായത് കെമിക്കൽസ് കൊണ്ടുണ്ടാവുന്ന ഹസാർഡ്സ് ആണ്. അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് എന്തൊക്കെ എടുക്കാം? പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, കെമിക്കൽസ് സ്റ്റോർ ചെയ്യുക. പിന്നെ ഓരോ കെമിക്കൽസിനെ പറ്റിയും പ്രോപ്പറായിട്ട് നോളജ് ഉണ്ടാവണം. ഓരോ കെമിക്കൽസ് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് എവിടെയാണ് വെക്കേണ്ടത് അല്ലേ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിൽ ഐഡിയ ഉണ്ടാവുക. പിന്നെന്താ, ഓക്കെ, റബ്ബർ ഓർ പ്ലാസ്റ്റിക് കണ്ടെയ്നർ പ്രൊട്ടക്ട് ഫ്രം, നമ്മൾ എന്ത് ചെയ്യണം, റബ്ബർ ഓർ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആയിരിക്കണം കൂടുതലായിട്ട് യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഇതുകൊണ്ട്. അപ്പം നമ്മൾ അതാണ് പറയുന്നത്, എന്ത് ചെയ്യുക, കെമിക്കൽസിനെ പറ്റിയുള്ള നോളജ് പ്രോപ്പറായിട്ട് ഉണ്ടാവുക. എന്നിട്ട് അതിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമ്മളുടെ കണ്ടെയ്നേഴ്സിൽ അത് കീപ്പ് ചെയ്യുക. ഓക്കെ, അധികം കുഴപ്പമില്ലാത്ത കെമിക്കൽസ് ആണ് നമുക്ക് പ്ലാസ്റ്റിക്കോ റബ്ബേഴ്സൊക്കെ ഉപയോഗിക്കാം. പിന്നെന്താ, ഒരിക്കലും ബോട്ടിൽ നെക്കിൽ പിടിച്ച് എന്ത് ചെയ്യരുത്, റിയേജൻ്റ് അല്ലെങ്കിൽ കെമിക്കൽസിനെ ഹോൾഡ് ചെയ്യരുത്. അതിൻ്റെ ഫുൾ ബോഡി വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടി അല്ലേ. നമ്മൾ പെട്ടെന്ന് പോയി എടുക്കും, എവിടെയാണ്, നെക്കിൽ പിടിക്കും. നെക്ക് പോർഷനിൽ പോയി പിടിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എന്ത് ചെയ്തില്ല, വെയിറ്റ് ഉണ്ടാവും, നല്ല വെയിറ്റ് ഉണ്ടാവും, പെട്ടെന്ന് നമ്മുടെ ഇന്ന് വഴുതി പോയി താഴെ വീണ് പൊട്ടും അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ഫുൾ ഹാൻഡ് നെക്കിലും പിടിച്ച് താഴെയും ഹോൾഡ് ചെയ്ത് വേണം നമ്മൾ പിടിക്കാൻ വേണ്ടി. പിന്നെന്താ, ഡൈല്യൂട്ട് ചെയ്യുമ്പം
വാട്ടറിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ആസിഡ് ഒഴിക്കേണ്ടത്. അല്ല ആസിഡ് എടുത്ത് വെച്ചിട്ട് വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ആസിഡ് വാട്ടറിലേക്ക് വേണം ആഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, പിന്നെ എന്താ, കറക്റ്റായിട്ട് റിയേജൻറ്റ് പ്രോപ്പറായിട്ട് റിയേജൻറ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ മിക്കുള്ളവരും നമ്മൾ മിക്ക ലാബിലും ചെല്ലുന്നുള്ള കാര്യമാണല്ലേ, കണ്ടുണ്ടാവും റിയേജൻറ്റ് മാർക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. എങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുക, അതിൻ്റെ പേര്, റിയേജൻറ്റിൻ്റെ പേര് നമ്മൾ കൊടുക്കും. ആ റിയേജൻറ്റ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്ന എഴുതും, എക്സ്പയറി ഡേറ്റ് എടുക്കും, പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ പ്രോപ്പർട്ടീസ് എടുക്കാം, കണ്ടൻസ് അങ്ങനെ കണ്ടൻസ് വേണമെങ്കിൽ കണ്ടൻസ് എഴുതാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. മെയിനായിട്ട് അതിൻ്റെ പേരുണ്ടാവുക. നമ്മളൊരു റിയേജൻറ്റ് പ്രിപ്പയർ ചെയ്ത് അവിടെ കൊണ്ട് വെച്ചാൽ പോരാ, റിയേജൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ആ റിയേജൻറ്റ് പേര് കൊടുക്കുക. അല്ലാതെ മറ്റൊരാൾക്ക് അറിയാൻ പറ്റില്ല അത് ഏത് റിയേജൻ്റാണ്. നമ്മൾ എന്താ ആ ഒരു കെമിക്കൽ ഏതാണെന്ന് അതിൻ്റെ പേര് എഴുതി കൊടുക്കുക അല്ലേ. ശേഷം നിങ്ങൾ ഏത് ഡേറ്റിലാണോ അത് പ്രിപ്പയർ ചെയ്ത് ആ ഡേറ്റ് എഴുതുക, പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ലേബൽ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ലേബിൾ ചെയ്തിരിക്കണം. പിന്നെ അടുത്താണ് ഇലക്ട്രിക്കൽ ഹസാർഡ്സ്. ഇലക്ട്രിക്കൽ ഹസാർഡ്സ് അറിയാമല്ലോ, ഇലക്ട്രിക്കൽ കേൾക്കുമ്പോൾ അറിയാമല്ലോ, ഇലക്ട്രിസിറ്റി, നമുക്ക് കറണ്ട് ആ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ഇലക്ട്രിക് ഹസാർഡ് അല്ലേ. അപ്പോൾ നമുക്ക് ലാബിൽ ഇലക്ട്രിക്കൽ ഹസാർഡും കോമൺ ആയിട്ട് ഉണ്ടാവുമല്ലേ. കാരണം മിക്ക സമയത്ത് നമ്മൾ മിക്ക ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പോൾ കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എന്താ, അത് അത്യാവശ്യമുള്ള കാര്യമാണ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ആ രീതിയിലുള്ള ഹസാർഡ്സ് നമുക്ക് കോമൺ ആയിട്ട് ഉണ്ടാവാം. പ്രിവെൻറ്റീവ് മെഷറായിട്ട് നമ്മൾ എന്താ 3 പിൻ പ്ലഗ് യൂസ് ചെയ്യുക, എക്സ്റ്റൻഷൻ കോഡ് അവോയ്ഡ് ചെയ്യുക, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, വെറ്റ് ഹാൻഡ്, നമുക്കറിയാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇലക്ട്രിസിറ്റി കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, നമുക്കറിയാം വെറ്റ് ഹാൻഡ്സ് കൊണ്ട് പോയി പിടിക്കാതിരിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ആണ് ഫയർ ഹസാർഡ്. ഫയർ ഹസാർഡിൽ വരുന്നതാണ് 3 ഹസാർഡ്. ക്ലാസ് എ ഉണ്ട്, ക്ലാസ് ബി ഉണ്ട്, ക്ലാസ് സി ഉണ്ട്. ക്ലാസ് എ എന്ന് പറയുമ്പോൾ എന്താ, ഓർഡിനറി ആയിട്ടുള്ള, ഇത് നമ്മുടെ വുഡോ ക്ലോത്തോ പേപ്പറോ ഒക്കെ കട്ടുന്നതിനാണ് ക്ലാസ് എയിൽ വരുന്നത്. ഇനി ക്ലാസ് ബി ആണെങ്കിലോ, ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡോ ഗ്യാസോ ഒക്കെ എന്ത് ചെയ്യും, അതാണ് ക്ലാസ് ബിയിൽ വരുന്നത്. ക്ലാസ് സിയിൽ വരുന്നത് എന്താ, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെല്ലാത്തിലും നിങ്ങളുടേതായ കുറേ പോയിൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ട് എന്താ, ഹസാർഡിൻ്റെ എല്ലാത്തിനെയും പടം നോക്കി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിലെല്ലാം ഇഷ്ടം പോലെ പോയിൻറ്റ്സ് ഒരുപാട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ജസ്റ്റ് ബേസിക് ആയിട്ട് എന്തൊക്കെ എഴുതണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഓരോരോ പോയിൻറ്റ്സ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് തന്നെ എഴുതാം. ഇലക്ട്രിക് ഹസാർഡൊക്കെ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഓരോരോ കാര്യങ്ങൾ എഴുതാൻ പറ്റും. അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് എഴുതുക കേട്ടോ. താങ്ക് യു.